ഹായ് എവരി വൺ, വെൽക്കം ടു എക്സാം ബൈ USS ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ അടുത്ത ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത്. USSൽ ചോദിക്കാൻ സാധ്യതയുള്ള ബേസിക് സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം. ഓക്കെ, ആ ചോദ്യം മാത്രമല്ല, ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി കുറച്ച് വിവരങ്ങൾ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹു ഇസ് ദ ഫാദർ ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ ഓഫ് ദ വേൾഡ്? നമ്മൾ മൊത്തം ആഗോളതലത്തിൽ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ, നോർമൻ ബോർലോഗ്, അതുപോലെ തന്നെ വർഗീസ് കുര്യൻ, തോമസ് ജെഫ്രി. ആരാണ് ആഗോളതലത്തിൽ ഹരിത വിപ്ലവത്തിന്റെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ്? ചിലപ്പോഴൊക്കെ ചില ആൾക്കാരൊക്കെ ഓൾറെഡി ആൻസർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും MS സ്വാമിനാഥൻ എന്ന്. ശരിയാണോ? അല്ല. ആരാണ്? നോർമൻ ബോർലോഗ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് ഇതിവിടെ വളരെ കൃത്യത്തിൽ പറയാം, വേൾഡ് അല്ലേ, ആഗോളതലത്തിൽ ഗ്രീൻ റവല്യൂഷൻ തുടങ്ങിയിട്ടുള്ളത് ആരാണ്? ബോർലോഗ് ആണ്. ഇന്ത്യയിലുള്ള ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് MS സ്വാമിനാഥൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ വ്യത്യാസം ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു മാർക്ക് പോകാനുള്ള സാധ്യതയായി വന്നേക്കാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്രീൻ റവല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് അതിനെക്കുറിച്ചുള്ള മറ്റ് വല്ല ക്വസ്റ്റ്യൻസും വരികയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. വാട്ട് ഈസ് ഗ്രീൻ റവല്യൂഷൻ? ദ ഗ്രീൻ റവല്യൂഷൻ റെഫേഴ്സ് ടു എ പീരീഡ് ഇൻ ദ 1960s and 70s. 60s-നും 70s-നും 1960-നും 70-നും ഇടയിലുള്ള ഒരു സമയത്ത് there was significant increase in the agriculture production in India. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ഗ്രീൻ റവല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 1960-നും 70-നും ഇടയിൽ വലിയ രൂപത്തിൽ എന്ത് ചെയ്തു? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അല്ലേ, പിന്നെ കാർഷിക ഉൽപ്പാദനം വളരെ വലിയ രൂപത്തിൽ കൂടുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ഓഫ് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് ദാറ്റ് പ്രൊഡ്യൂസ് മോർ ക്രോപ്സ്. ഹൈ ഈൽഡിങ് വെറൈറ്റീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് ഫോർ ബെറ്റർ ഗ്രോത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് പെസ്റ്റ്. ഫെർട്ടിലൈസേഴ്സും അതായത് വളങ്ങൾ അല്ലെ, രാസവളങ്ങൾ, അതുപോലെ തന്നെ പെസ്റ്റിസൈഡുകൾ, പിന്നെ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പെസ്റ്റിസൈഡുകളൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിലൂടെയാണ് നമുക്കിത് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ബൂസ്റ്റഡ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, എസ്പെഷ്യലി ഇൻ ദ വീറ്റ് ആൻഡ് റൈസ്. ഗോതമ്പും അരിയും, പ്രത്യേകിച്ചും ഗോതമ്പും അരിയും, ഇന്ത്യയിൽ ഗോതമ്പും അരിയാണ് വളരെ വലിയ രൂപത്തിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തത്. റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസി ഓൺ ഫുഡ് ഇമ്പോർട്ട്, പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ടുന്നതിൻ്റെ ഒരു അവസ്ഥ കുറച്ചു. അതേപോലെ തന്നെ ഇംപ്രൂവ് ദ ലൈവ്ലിഹുഡ് ഓഫ് ഫാമേഴ്സിൻ്റെ കാര്യം കുറച്ചുകൂടി എളുപ്പത്തിലാക്കി. ഇനി വൈറ്റ് റവല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വൈറ്റ് റവല്യൂഷൻ? ഗ്രീൻ റവല്യൂഷൻ പോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ടതാണ് വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്. വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾസോ നോൺ ആസ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നുണ്ട്. എയിം ടു ഇൻക്രീസ് ദ മിൽക്ക് പ്രൊഡക്ഷൻ ആൻഡ് മേക്ക് ഇന്ത്യ സെൽഫ് സഫിഷ്യൻറ്റ് ഓൺ ഡയറി പ്രൊഡക്ട്സ്. പിന്നെ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനാണ് എന്ത് വൈറ്റ് റവല്യൂഷൻ. ഇന്ത്യയെ ഡയറി പ്രൊഡക്ട്സ് അല്ലേ, പിന്നെ പാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പ്രോഡക്ട്സ് അടക്കം ആ വിഷയത്തിൽ സെൽഫ് സഫിഷ്യൻ്റായി ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ് വൈറ്റ് റവല്യൂഷൻ്റെ ഒരു ഉദ്ദേശം. കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എംഫസിസ് ഓൺ ഡയറി ഡെവലപ്മെൻറ്റ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡയറി ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ഉണ്ടാക്കി ആ രൂപത്തിൽ മുന്നോട്ട് വന്നു. ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രോസ് ബ്രെഡ് ഹൈ ഈൽഡിങ് മിൽക്ക് കാറ്റിൽ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഹൈ ഈൽഡിങ് ആയിട്ടുള്ള നല്ല പാല് ചുരത്തുന്ന അത്തരത്തിലുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കി. അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് മിൽക്ക് പ്രൊഡക്ഷൻ ആൻഡ് അവൈലബിലിറ്റി. മിൽക്കിൻ്റെ പ്രൊഡക്ഷനും അവൈലബിലിറ്റിയും കൂടി. സ്ട്രെങ്തൻ റൂറൽ എക്കണോമീസ് ത്രൂ ഡയറി ഫാമിംഗ്. അതിൻ്റെ റൂറൽ എക്കണോമീസൊക്കെ ഈ ഡയറി ഫാമിംഗ് വഴി അത് കുറച്ചും കൂടി സ്ട്രോങ് ആയി എന്നുള്ളതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വൈറ്റ് റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലുള്ള വൈറ്റ് റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങളായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വഴിയെ അടുത്ത വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം.